ബാലക്കോട്ട് JEM ക്യാമ്പിന് നേർക്ക് അന്ന് ഇന്ത്യൻ വ്യോമസേന നടത്തിയ ആക്രമണത്തെ തുടർന്ന് പാകിസ്ഥാൻ എന്തു ചെയ്യണമെന്നറിയില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനാൽ തന്നെ പാകിസ്ഥാന്റെ അതിബുദ്ധി പല കാര്യങ്ങളിലും അവർക്കെതിരെ തന്നെ തിരിഞ്ഞു വന്ന സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ വ്യോമാക്രമണത്തെ തുടർന്ന് ഫെബ്രുവരി 27 മുതൽ കുറച്ചു കാലത്തേക്ക് പാകിസ്ഥാൻ വ്യോമപാതകൾ അടച്ചിട്ട് ആഭ്യന്തര രാജ്യാന്തര വിമാനങ്ങളുടെ പോക്കുവരവ് പൂർണ്ണമായും നിർത്തലാക്കിയിരുന്നു. ഇതുവഴി പോകുന്ന യാത്രാ വിമാനങ്ങളെ പോലും അവർ സംശയത്തോടെയാണ് വീക്ഷിച്ചു വന്നിരുന്നത്. എന്നാൽ ഇത് പാകിസ്ഥാൻ തന്നെയാണ് കനത്ത നഷ്ടം ഉണ്ടാക്കിയത്. ഇതേ തുടർന്ന് ആക്രമണം നടന്ന് മാസങ്ങൾ കഴിഞ്ഞാണ് വ്യോമപാതകൾ ഭാഗികമായി തുറക്കാൻ പാകിസ്ഥാൻ തീരുമാനിച്ചത്. ഡൽഹിയിലും ഇസ്ലാമാബാദും തമ്മിലുള്ള സംഘർഷത്തിനിടയിൽ പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങൾ കാബൂളിലേക്ക് പുറപ്പെട്ട ഇന്ത്യൻ യാത്രാ വിമാനത്തെ കഴിഞ്ഞ മാസം തങ്ങളുടെ വ്യോമാതിർത്തിയിൽ 1 മണിക്കൂറോളം തടഞ്ഞു വയ്ക്കുകയുണ്ടായി. 2 പാകിസ്ഥാൻ F-16 പോർ വിമാനങ്ങൾ വിമാനം പറത്തിയ പൈലറ്റിനോട് ഉയരം കുറയ്ക്കാനും ഫ്ലൈറ്റ് വിശദാംശങ്ങൾ റിപ്പോർട്ട് ചെയ്യാനും ആവശ്യപ്പെട്ടപ്പോൾ സ്പൈസ് ജെറ്റ് വിമാനം പാക് നഗരങ്ങൾക്ക് മുകളിലൂടെയാണ് പറന്നുയർന്നത്. സെപ്റ്റംബർ 23-നാണ് സംഭവം അരങ്ങേറിയത്. സംഭവത്തിൽ ഉൾപ്പെട്ട വിമാനം ഡൽഹിയിൽ നിന്ന് കാബൂളിലേക്ക് പുറപ്പെട്ട SG-21 ആയിരുന്നു. 120ഓളം യാത്രക്കാരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. യാത്രക്കാരിൽ മിക്കവരും ഇന്ത്യക്കാരായിരുന്നു. വിമാനത്തിന് ഇരുഭാഗത്തുമായി പാകിസ്ഥാൻ F-16 ജെറ്റുകൾ അകമ്പടി വന്നപ്പോൾ പാക് പൈലറ്റുമാർക്ക് സ്പൈസ് ജെറ്റ് ക്യാപ്റ്റൻ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തു. ഇത് ഇന്ത്യൻ വാണിജ്യ വിമാനമായ സ്പൈസ് ജെറ്റ് ആണെന്നാണ് പൈലറ്റ് പറഞ്ഞത്. യാത്രക്കാരുമായി ഷെഡ്യൂൾ അനുസരിച്ച് കാബൂളിലേക്ക് പോവുകയും ചെയ്യുന്നുവെന്നാണ് അവരെ ക്യാപ്റ്റൻ അറിയിക്കുകയും ചെയ്തത്. F-16 വിമാനങ്ങൾ സ്പൈസ് ജെറ്റിനെ വട്ടമിട്ടപ്പോൾ പാകിസ്ഥാൻ ജെറ്റുകളും അവയുടെ പൈലറ്റുമാരെയും യാത്രക്കാർക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. ഇതോടെ യാത്രക്കാർ പേടിച്ചു വിറയ്ക്കുകയാണ് ഉണ്ടായത്. പാക് പൈലറ്റുമാർ കൈകൊണ്ട് ആംഗ്യങ്ങൾ കാണിക്കുന്നതെല്ലാം യാത്രക്കാർ ഭീതിയോടെ കണ്ടിരുന്നതായും ചില യാത്രക്കാർ പറയുന്നു. ഇതിനിടെ യാത്രക്കാരോടെല്ലാം വിമാനത്തിന്റെ ജനൽ ഗ്ലാസ് മറയ്ക്കാൻ പൈലറ്റ് ആവശ്യപ്പെടുകയും ഒന്നും സംഭവിക്കില്ലെന്നും ഭയപ്പെടേണ്ടെന്നും അറിയിക്കുകയുമായിരുന്നു. യാത്രാ വിമാനത്തിന്റെ ഉയരം കുറയ്ക്കാൻ പാകിസ്ഥാൻ യുദ്ധവിമാന പൈലറ്റ് കൈ അടയാളങ്ങളിലൂടെ സ്പൈസ് ജെറ്റ് പൈലറ്റിന് നിർദ്ദേശം നൽകിയതായി വിമാനത്തിലെ ഒരു യാത്രക്കാരൻ വെളിപ്പെടുത്തുകയുണ്ടായി. ലഭ്യമായ സ്രോതസ്സുകൾ പ്രകാരം ഓരോ ഫ്ലൈറ്റിനും അതിൻ്റെതായ കോഡുണ്ട്. സ്പൈസ് ജെറ്റ് അതായത് SG-21 എന്നറിയപ്പെടുന്നത് ആശയക്കുഴപ്പമുണ്ടാക്കി. പാകിസ്ഥാനിലെ എയർ ട്രാഫിക് കൺട്രോൾ അധികൃതർ സ്പൈസ് ജെറ്റിനെ IA എന്ന് തെറ്റിദ്ധരിക്കുകയും ഇന്ത്യൻ ആർമി അല്ലെങ്കിൽ ഇന്ത്യൻ എയർഫോഴ്സ് എന്ന് തെറ്റായി വ്യാഖ്യാനിക്കുകയും ചെയ്യുകയായിരുന്നു. IA കോഡുമായി ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒരു വിമാനത്തെക്കുറിച്ച് പാകിസ്ഥാൻ ATC റിപ്പോർട്ട് ചെയ്തപ്പോൾ അവർ ഉടൻ തന്നെ F-16 വിമാനങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യൻ വിമാനത്തെ തടയുകയായിരുന്നു. ആശയക്കുഴപ്പം പരിഹരിച്ചതിനു ശേഷം അഫ്ഗാനിസ്ഥാനിലേക്ക് കടക്കുന്നതുവരെ പാകിസ്ഥാൻ പോർ വിമാനങ്ങൾ സ്പൈസ് ജെറ്റിനെ പിന്തുടരുന്നതും ഏറെ ആശങ്ക ഉണ്ടാക്കിയിരുന്നു. പാകിസ്ഥാൻ F-16 വിമാനങ്ങൾ ചുറ്റും പറക്കുന്ന സമയത്ത് എല്ലാ യാത്രക്കാരോടും ജനാലകൾ അടച്ച് നിശബ്ദത പാലിക്കാൻ ആവശ്യപ്പെട്ടിരുന്നുവെന്നാണ് യാത്രക്കാർ പറയുന്നത്. ഫ്ലൈറ്റ് സുരക്ഷിതമായി കാബൂളിൽ വന്നിറങ്ങിയ ശേഷം മടക്കയാത്ര 5 മണിക്കൂറോളം വൈകി. എന്നാൽ കാബൂളിലെ പാകിസ്ഥാൻ എംബസി ഉദ്യോഗസ്ഥർ ഈ സംഭവത്തെക്കുറിച്ചുള്ള രേഖകൾ പിന്നീട് മറച്ചുവെക്കുകയാണ് ചെയ്തത്.